ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡെസേർട്ടാണ് കേട്ടോ. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 10 ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. 1 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടർ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ബിസ്ക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബട്ടർ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 ഗ്ലാസ്സിലേക്കുള്ള അളവേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് വേണ്ടവർ കൂടുതൽ ബിസ്ക്കറ്റൊക്കെ എടുക്കുക. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ട ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതിട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെയറിനുള്ള ബിസ്ക്കറ്റ് പൊടിച്ചതോടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് ടോഫി ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുവരേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ടോഫി ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കേക്ക് റെസിപ്പീസിലൊക്കെ ഇട്ടിട്ടുള്ളത് തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കണ്ടെയ്നർ പൊട്ടിക്കാതെ ഇതുപോലെ കുക്കറിൽ വെള്ളം ഒഴിച്ച് ആ ഒരു കണ്ടെയ്നർ മുങ്ങാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ ടോഫി. ഇത് നമുക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 30 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിടുക. എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം വേണം നമ്മൾ കുക്കർ തുറന്നിട്ട് ടിന്നെടുത്ത് പുറത്തേക്ക് വെക്കാൻ. പിന്നെ ടിന്ന് അപ്പോൾ തന്നെ തുറക്കുകയും ചെയ്യരുത് കേട്ടോ. അത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ആ ഒരു ടിന്ന് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നല്ല ഒരു എക്ലെയറിൻ്റെ കളറിലും രുചിയിലും ഒക്കെ ഉണ്ടാവും ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ നമുക്ക് ടോഫിയുടെ കൂടെ വിപ്പിംഗ് ക്രീമും കൂടെ വേണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിലേക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ വിപ്പിംഗ് ക്രീം തന്നെ എടുത്തിട്ട് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ടോഫി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടോഫി കേട്ടോ. കണ്ടല്ലോ, ഇതിൻ്റെ കളർ തന്നെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടിന്ന് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോഫി ക്രീം. ഈ ഒരു ക്രീമാണ് നമ്മൾ അടുത്ത ലെയറായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു 2 ഗ്ലാസ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജാർ കേക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ്സിലും ടോഫി ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ബാക്കിയുള്ള ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ ടോഫി ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്